നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും PSC ഇൻഫ്ലുവൻസറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്ത് കരുനാഗപ്പള്ളി. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് HSA മത്സര പരീക്ഷ ഫോക്കസ് ചെയ്യുന്ന പ്രിയപ്പെട്ട അധ്യാപിക സുഹൃത്തുക്കൾക്ക് വേണ്ടി HSA സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഒരു ക്രാഷ് വർക്കൗട്ട് തുടങ്ങിയാണ് ഇന്ന് മുതൽ. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ കൃത്യമായിട്ട് ഈ ക്ലാസ്സുകൾ ഫോളോ അപ്പ് ചെയ്യുക. രാത്രി 9 മണിക്കത്തെ എക്സാം കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നമ്മൾ നേരെ കണ്ടന്റിലേക്ക് പോവുകയാണ്. ആദ്യം തന്നെ HSA മത്സര പരീക്ഷയുടെ ജനറൽ ക്ലാസ്സിൽ പാർട്ട് എയിൽ എല്ലാ പരീക്ഷയ്ക്കും അല്ലെങ്കിൽ HSA മാത്സ് ആയിക്കോട്ടെ, HSA മലയാളം ആയിക്കോട്ടെ, എല്ലാ HSA ഇനി വരാൻ പോകുന്ന HSA സോഷ്യൽ സയൻസ് ആയിക്കോട്ടെ, ഏത് HSA ക്വാളിഫിക്കേഷനുള്ള മത്സര പരീക്ഷയ്ക്കും വരാൻ പോകുന്ന പരീക്ഷയിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സിലബസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ സിലബസിൽ പാർട്ട് എയിൽ കൊടുത്തേക്കുന്ന മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് റിനേസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് ആണ്. മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് GK ആൻഡ് കറണ്ട് അഫേഴ്സ് ആണ്. മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദി സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മളൊരു 2020 സീരീസ് ഇന്ന് മുതൽ തുടങ്ങിയാണ്. അതിൻ്റെ ഫസ്റ്റ് ക്ലാസ് എന്ന വിധത്തിൽ ഇതിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വിച്ച് മാഗസിൻ ഈസ് ആൾസോ നോൺ ആസ് ഈഴവ ഗസറ്റ്? ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്ന മാസിക ഏത് എന്നല്ലേ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ മിതവാദി, ഓപ്ഷൻ ബി വിവേകോദയം, ഓപ്ഷൻ സി സ്വദേശാഭിമാനി, ഓപ്ഷൻ ഡി ദേശാഭിമാനി. അപ്പൊ ഇവിടെ ഏത് മാഗസിൻ ആണ്? ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ തന്നെയാണ് നിങ്ങളുടെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വരുന്നത്. അപ്പൊ HSA പരീക്ഷയിൽ ഓരോ മാർക്കും നിർണായകമാണ്. വിച്ച് മാഗസിൻ ഈസ് ആൾസോ നോൺ ആസ് ഈഴവ ഗസറ്റ്? നിങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞു. ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി വിവേകോദയമാണ്. ഒന്ന് ഓർത്തു വെക്കുക. ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി വിവേകോദയമാണ്. അപ്പൊ ചോദ്യം ഇതാണ്: വിച്ച് മാഗസിൻ ഈസ് ആൾസോ നോൺ ആസ് ഈഴവ ഗസറ്റ്? ഉത്തരം ഏതാണ്? വിവേകോദയമാണ്. ആൻസർ വിവേകോദയമാണല്ലോ. അപ്പൊ നമുക്ക് ഈ പറയുന്ന HSA മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പം 2015 മുതലുള്ള മുഴുവൻ HSA പരീക്ഷയുടെ ചോദ്യവും നമ്മൾ സോർട്ട് ചെയ്യും. അതിന് മുമ്പത്തെയും അതിനുശേഷത്തെയും പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിൽ HSAയുടെ പല സബ്ജക്റ്റ്, HSA സോഷ്യൽ സയൻസിന്റെ PYQ കാണും, HSA മലയാളത്തിന്റെ, HSA മാത്സിന്റെ, അങ്ങനെ എല്ലാ HSA നാച്ചുറൽ സയൻസ്, HSA ഫിസിക്കൽ തുടങ്ങിയ എല്ലാ HSA പരീക്ഷയുടെയും PYQ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ അത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്ലാസ്സിന്റെ ആദ്യ അവസാനം കൃത്യമായി കാണുക. അതിനുശേഷം ഇന്ന് വർക്കൗട്ട് ബാച്ചിന്റെ ഏറ്റവും പുതിയ ജൂനിയർ ബാച്ചിൽ ഇന്ന് മുതൽ തുടങ്ങുന്ന വർക്കൗട്ട് ബാച്ചിൽ പഠിക്കേണ്ട 4 പ്രധാനപ്പെട്ട ടോപ്പിക്ക് പഠിക്കണം. രാത്രി 9 മണിക്ക് എക്സാമും അറ്റൻഡ് ചെയ്യണം. അപ്പൊ വിച്ച് മാഗസിൻ ഈസ് ആൾസോ നോൺ ആസ് ഈഴവ ഗസറ്റ്? ഉത്തരം ഏതാണ്? അത് വിവേകോദയമാണ്. അപ്പൊ നമുക്ക് വേണ്ടത് ഈ വിവേകോദയം എന്ന മാഗസിനെ പറ്റി എന്തൊക്കെ ചോദ്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ഒരു HSA നിലവാരത്തിലെ നിങ്ങളുടെ PYQയിൽ നിങ്ങൾക്കറിയാം. ഒന്ന്, വിവേകോദയം എന്നറിയപ്പെടുന്ന മാഗസിൻ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ഫോം ചെയ്ത ഇയർ 1904 1904 അല്ലെങ്കിൽ 1904 വിവേകോദയം എന്ന മാഗസിൻ ഫോം ചെയ്യുന്നത്. അടുത്തത്, ഫൗണ്ടർ ഓഫ് ദി മാഗസിൻ വിവേകോദയം. വിവേകോദയം എന്ന മാഗസിന്റെ ഫൗണ്ടർ ആരാണ്? അത് കുമാരനാശാനാണ്. ഫസ്റ്റ് മലയാളി പോയറ്റ് ടു ബി അപ്പിയർഡ് ഇൻ ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പ്, ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ അച്ചടിക്കപ്പെട്ട ആദ്യ മലയാള കവി ആരാണ്? അത് കുമാരനാശാന. ഫസ്റ്റ് മലയാളി പോയറ്റ് ടു ബി നോമിനേറ്റഡ് ടു ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലി, തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ ശ്രീമൂലം പ്രജാസഭയിലേക്ക് ആദ്യമായി നോമിനേറ്റ് ചെയ്ത ആദ്യ മലയാളി പോയറ്റ്, മലയാളി കവി ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരം കുമാരനാശാനാണ്. കുമാരനാശാനെ പറ്റി ഒത്തിരി ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ വിവേകോദയത്തിന്റെ ഫൗണ്ടർ ആരാണ്? അത് കുമാരനാശാനാണ്. തിരിഞ്ഞു പോരുത്. ഇനി ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ വിവേകോദയം എന്ന മാഗസിന്റെ പ്രത്യേകത അല്ലെങ്കിൽ വിവേകോദയം എന്ന ന്യൂസ് പേപ്പറിന്റെ പ്രത്യേകത SNDP എന്നറിയപ്പെടുന്ന സംഘടനയുടെ മൗത്ത് പീസ് അല്ലെങ്കിൽ മുഖപത്രം കൂടിയാണ് വിവേകോദയം. വിവേകോദയം ഫോം ചെയ്ത വർഷം 1904 ഫൗണ്ടർ ആരാണ്? അത് കുമാരനാശാനാണ്. ഫസ്റ്റ് എഡിറ്റർ M ഗോവിന്ദൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വിവേകോദയത്തിന്റെ ഫസ്റ്റ് എഡിറ്റർ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, വിവേകോദയം എന്നറിയപ്പെടുന്ന മാഗസിൻ സ്ഥാപിച്ചതോ ആദ്യ എഡിറ്ററോ ആരല്ല? ശ്രീനാരായണ ഗുരു അല്ല. പക്ഷേ SNDP എന്നറിയപ്പെടുന്ന സംഘടന ഫോം ചെയ്ത ആരാണ്? അത് ശ്രീനാരായണ ഗുരു ആണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. വിവേകോദയം എന്ന മാഗസിൻ ഫോം ചെയ്ത വർഷം 1904. അപ്പൊ വിവേകോദയത്തെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? വിച്ച് മാഗസിൻ ഇൻ കേരള ഈസ് ആൾസോ നോൺ ആസ്
ഈഴവ ഗസറ്റ്. ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്ന മാഗസിൻ ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഏതാണ്? വിവേകോദയമാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്രയും പോയിന്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ പഠിക്കണം. കാരണം ന്യൂജൻ ചോദ്യം സ്റ്റേറ്റ്മെന്റ് തരത്തിലാണ് ചോദിക്കുന്നത്. ആ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും അടുത്ത കണ്ടന്റിലേക്ക് പോകുന്നതിന് മുമ്പേ. ഇന്ന് പഠിക്കേണ്ടത് ഈ വീഡിയോ ക്ലാസ് നിങ്ങൾ വർക്കൗട്ട് ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളുണ്ട്, അധ്യാപക സുഹൃത്തുക്കളുണ്ട്. അവർ ചെയ്യേണ്ടത് ഇന്ന് ഈ വീഡിയോ ക്ലാസ് കാണണം, റിവിഷൻ നടത്തണം. അതിനുശേഷം ഇതിന്റെ നോട്ട്സ് ഉണ്ട്, അത് വായിക്കണം. അതിനോടൊപ്പം തരുന്ന മൈക്രോ PDF നോട്ട്സ് ഉണ്ട്, കറണ്ട് അഫേഴ്സ് ഉണ്ട്. ഇത്രയും ടോപ്പിക്ക് നിങ്ങൾ ഇന്ന് പഠിക്കണം. അതിനുശേഷമായിരിക്കണം എന്ത്? പോൾ വർക്കൗട്ട് എക്സാം കണ്ടക്ട് ചെയ്യുമ്പം അത് അറ്റൻഡ് ചെയ്ത് പോകാൻ. അപ്പം നമ്മൾ പഠിച്ച ക്ലാസ് കണ്ടു, അതിനെ നോട്ട്സ് വായിച്ചു, പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ഇന്നത്തെയും അല്ലെങ്കിൽ ഈ വർഷത്തെ 2024 മുഴുവൻ കറണ്ട് അഫേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സീരീസിന്റെ ഫസ്റ്റ് പോർഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ തന്ന ടോപ്പിക് കൂടി വായിച്ചിട്ട് പോൾ വർക്കൗട്ട് എക്സാം അറ്റൻഡ് ചെയ്യണം. ഇങ്ങനെ ഡെയിലി, ഇന്ന് മാത്രമല്ല ഇനി വരുന്ന എല്ലാ ദിവസങ്ങളിലും HSA ഈ പറയുന്ന HSA കൊമേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ HSA കൊമേഴ്സ് മീൻസ് HSA സോഷ്യൽ സയൻസ് ആയിക്കോട്ടെ, HSA ഇംഗ്ലീഷ് ആയിക്കോട്ടെ, HSA മാത്സ് ആയിക്കോട്ടെ, ഏത് HSA ആയിക്കോട്ടെ, ഫോക്കസ് ചെയ്യുന്ന പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്ക് വേണ്ടി എല്ലാ ദിവസവും നമ്മൾ ഈ സീരീസ് കണ്ടക്ട് ചെയ്യാണ്. താല്പര്യമുള്ളവർക്ക് ഈ പറയുന്ന ഏറ്റവും പുതിയ ജൂനിയർ വർക്കൗട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ, HSA പരീക്ഷയുടെ 20 മാർക്കും ഉറപ്പിക്കുക ഗ്യാരണ്ടി ആയിട്ടുള്ള വർക്കൗട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കൊടുത്തേക്കുന്ന നമ്പറിൽ 9072784242 നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് ഇടുക. വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങളുടെ ഏതാണ് HSA? HSA സോഷ്യൽ സയൻസ് ആണ്. നിങ്ങളുടെ പേര് രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തി എന്നാണെങ്കിൽ HSA സോഷ്യൽ സയൻസ് - രഞ്ജിത്ത്. അതല്ല വേറൊരു വ്യക്തിയാണെങ്കിൽ HSA മാത്സ്, അതിനുശേഷം അദ്ദേഹത്തിന്റെ പേര്. HSA ഈ പറയുന്ന ഇംഗ്ലീഷ് ആണെങ്കിൽ HSA ഇംഗ്ലീഷ് - നിങ്ങളുടെ പേര്. ഇങ്ങനെ തന്നെ മെസ്സേജ് ഇടണം. കാരണം ഓരോ മത്സര പരീക്ഷയ്ക്കും ഈ കണ്ടന്റ് എല്ലാം സെയിം തന്നെയാണ്. അപ്പം അതിനനുസരിച്ച് നമുക്ക് ഈ കണ്ടന്റും എക്സാമും കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. HSA സോഷ്യൽ സയൻസ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ HSA നാച്ചുറൽ സയൻസ് ആണെങ്കിൽ അങ്ങനെ, ഏത് കോഴ്സ് ആണെന്ന് നിങ്ങൾ തന്നെ മെൻഷൻ ചെയ്യുക. എന്തായാലും HSA 2020 വർക്കൗട്ട് ബാച്ചിലായിരിക്കും നിങ്ങൾ ജോയിൻ ചെയ്യുന്നത്. വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങൾ എഴുതാൻ പോകുന്ന HSA പരീക്ഷയിൽ ഏതൊക്കെ ഈ പറയുന്ന കറണ്ട് അഫേഴ്സ്, ഏതൊക്കെ റിനേസൻസ്, ഏതൊക്കെ GK പോർഷൻ ചോദിക്കുന്നോ അതെല്ലാം നമ്മൾ പഠിപ്പിക്കുന്ന ടോപ്പിക്കിൽ നിന്നായിരിക്കും. ഇത് ജൂനിയർ ബാച്ചിന്റെ വർക്കൗട്ട് സീരീസ് ആണ്. സീനിയർ ബാച്ച് ഓൾറെഡി ഉണ്ട്, അവർക്ക് ഈ പറയുന്ന വർക്കൗട്ട് സീരീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതാണ്. അവർക്ക് വീണ്ടും റിവിഷൻ നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ അടുത്തത് നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു നവോത്ഥാന നായകനെ പറ്റിയുള്ള കണ്ടന്റ് ആണ്. ശ്രീനാരായണ ഗുരുവിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലേറ്റസ്റ്റ് നടത്തിയ ഒരു ടീച്ചർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്: വിച്ച് പേഴ്സണാലിറ്റി ഇൻ കേരള ഈസ് ആൾസോ നോൺ ആസ് രാജശില്പി ഓഫ് കേരള റിനൈസൻസ്? കേരള നവോത്ഥാനത്തിന്റെ രാജശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ചോദ്യം ഇംഗ്ലീഷിലും മലയാളത്തിലും അങ്ങനെ തന്നെയാണ്. വിച്ച് സോഷ്യൽ റിഫോർമർ ഇൻ കേരള ഈസ് ആൾസോ നോൺ ആസ് രാജശില്പി ഓഫ് കേരള റിനൈസൻസ്? അത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിനെയാണ് രാജശില്പി ഓഫ് കേരള റിനൈസൻസ്, കേരള നവോത്ഥാനത്തിന്റെ രാജശില്പി എന്നറിയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ കേരള PSC കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ പുതുതായി ചോദിച്ച കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ കൂടി നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ ഒന്നാമത്തത് ശ്രീനാരായണ ഗുരുവിന്റെ ഒന്നാമത്തെ സവിശേഷത അല്ലെങ്കിൽ വിശേഷണം എന്താണ്? ഒന്ന്, രാജശില്പി ഓഫ് കേരള റിനൈസൻസ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ദെൻ അടുത്തത് നാണുവാശാൻ. ഹി ഈസ് ആൾസോ നോൺ ആസ് നാണുവാശാൻ. അദ്ദേഹത്തിന്റെ റിയൽ നെയിം എന്ന് പറയുന്നത് തന്നെ നാണുവാശാൻ തന്നെയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ റിയൽ നെയിം നാണുവാശാൻ എന്നാണ്. അദ്ദേഹത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേര് ഫാദർ ഓഫ് കേരള റിനൈസൻസ് എന്നറിയപ്പെടുന്നു. ഇങ്ങനെ ചോദ്യം വരുന്ന സമയത്ത് 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഒന്ന്, ഫാദർ ഓഫ് കേരള റിനൈസൻസ് ശ്രീനാരായണ ഗുരുവാണ്. സമ്മതിച്ച് ഫാദർ ഓഫ് കേരള റിനൈസൻസ് ശ്രീനാരായണ ഗുരുവാണ്. ഫാദർ ഓഫ് കേരള മുസ്ലിം റിനൈസൻസ് ചോദിക്കും. ഫാദർ ഓഫ് കേരള മുസ്ലിം റിനൈസൻസ് എന്ന് ചോദിച്ചാൽ അതിനുത്തരം വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഫാദർ ഓഫ് കേരള ക്രിസ്ത്യൻ റിനൈസൻസ് എന്ന് ചോദിക്കും. ഫാദർ ഓഫ് കേരള ക്രിസ്ത്യൻ റിനൈസൻസ് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. ദെൻ ഫാദർ ഓഫ് കേരള ദളിത് റിനൈസൻസ്, കേരളത്തിലെ ദളിത് നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. ഈ 4 പിതാക്കന്മാരെ ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഒന്ന്, ഫാദർ ഓഫ് കേരള റിനൈസൻസ് ശ്രീനാരായണ ഗുരു. ഫാദർ ഓഫ് മുസ്ലിം റിനൈസൻസ് ഇൻ കേരള, കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഫാദർ ഓഫ് ക്രിസ്ത്യൻ റിനൈസൻസ് ഇൻ കേരള, കേരളത്തിലെ ക്രിസ്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. ഈ കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് കെട്ട് തെങ്ങ് പ്രൊജക്ട് എന്നറിയപ്പെടുന്ന സംവിധാനമൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത്. വരും ക്ലാസ്സിൽ എടുത്തോളാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫാദർ ഓഫ് കേരള ദളിത് റിനൈസൻസ്, കേരളത്തിലെ ദളിത് നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? അത് അയ്യങ്കാളിയാണ്. അപ്പൊ ശ്രീനാരായണ ഗുരുവിനെ പറ്റിയുള്ള 3 പ്രധാനപ്പെട്ട പോയിന്റ്: രാജശില്പി ഓഫ് കേരള റിനൈസൻസ്, നാണുവാശാൻ, ദെൻ ഫാദർ ഓഫ് കേരള റിനൈസൻസ്. ക്ലിയർ ആണെന്ന്
വിശ്വസിക്കുന്നു. ദെൻ 1887 അദ്ദേഹം അരുവിപ്പുറം ടെമ്പിൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, അരുവിപ്പുറം ടെമ്പിൾ വേറെ, അരുവിപ്പുറം റവല്യൂഷൻ വേറെ, രണ്ട് ചോദ്യമാണ്. അതായത് തിരുവനന്തപുരം ജില്ലയിലെ അരുവിപ്പുറം ക്ഷേത്രം സ്ഥാപിക്കുന്നത് 1887 അരുവിപ്പുറം ക്ഷേത്രം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇനി ഈ ക്ഷേത്രത്തിൽ അരുവിപ്പുറം റവല്യൂഷൻ എന്നറിയപ്പെടുന്ന അരുവിപ്പുറം ശിവ കോൺസിക്രേഷൻ മേഡ് ഇൻ വിച്ച് ഇയർ എന്ന് ചോദിച്ചാൽ അത് 1888 അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണേ, ഈ 1888 തന്നെയാണ് എന്ത് സ്ഥാപിക്കുന്നത്? മലയാള മനോരമ സ്ഥാപിക്കുന്നത് 1888 അല്ലയോ? നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യമാണ്. 1888 കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രമായ മലയാള മനോരമ സ്ഥാപിക്കുന്നത് 1888. ഇതേ 1888 തന്നെയാണ് ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഫോം ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിൽ 2 പോയിന്റ് ഫോക്കസ് ചെയ്ത് വെച്ചേക്കണം. ഒന്ന് 1887, മറ്റൊന്ന് 1888. രണ്ട് പ്രത്യേകതയാണ്. ആ 1887 പ്രത്യേകത ഈ പറയുന്ന ഇന്ത്യാസ് ഫസ്റ്റ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി ഫോം ചെയ്യുന്നത് മൈസൂരിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു നിയമനിർമ്മാണ സഭ നിലവിൽ വരുന്നത് മൈസൂർ നാട്ടുരാജ്യത്ത് 1887. അപ്പൊ ഇന്ത്യയിൽ ആദ്യത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഫോം ചെയ്ത ഒരു നാട്ടുരാജ്യം എന്ന് പറഞ്ഞാൽ അത് മൈസൂരാണല്ലോ. ദെൻ ഇന്ത്യയിലെ 2ാമത്തെ നിയമനിർമ്മാണ സഭയുടെ പേര് അത് ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ സ്ഥാപിച്ച വർഷം 1888. ഒരു പോയിന്റ് കൂടെ നോട്ട് ചെയ്തേക്കണം. 1904 1904 ശ്രീമൂലം പ്രജാസഭ ഫോം ചെയ്യുന്ന വർഷം 1904. അപ്പൊ നമുക്ക് വേണ്ട ചോദ്യം 1888 അരുവിപ്പുറം റവല്യൂഷൻ അല്ലെങ്കിൽ അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്ന അരുവിപ്പുറം ശിവ കോൺസിക്രേഷൻ മേഡ് ചെയ്യുന്നത്. അതൊന്ന് ഓർത്തു വെക്കണം. 1888. ഇനി അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഒരു 10 വർഷം കഴിയും, ആഫ്റ്റർ 10 ഇയർ 1898 അവിടെ ഒരു യോഗം ഫോം ചെയ്യും. ആ യോഗത്തിന്റെ പേരാണ് വാവൂട്ടി യോഗം. ഈ വാവൂട്ടി യോഗം പിന്നീട് SNDP എന്നറിയപ്പെടുന്ന ഓർഗനൈസേഷനിലേക്ക് പോകും. 1903 SNDP. ഈ SNDPക്ക് ഒരു മൗത്ത് പീസ് ഉണ്ട്. അത് ഫോം ചെയ്തത് 1904 മാഗസിന്റെ പേര് അല്ലെങ്കിൽ മൗത്ത് പീസ് മുഖപത്രത്തിന്റെ പേര് വിവേകോദയം. തൊട്ട് മുന്നത്തെ കണ്ടന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. SNDPയുടെ ആദ്യകാല പേര് എന്താണെന്ന് ചോദിക്കും. ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലാണ് വരുന്നത്. പ്രിഡസസർ നെയിം ഓഫ് SNDP, പ്രിഡസസർ നെയിം ഓഫ് SNDP എന്ന് ചോദിച്ചാൽ അതിനുത്തരം എന്താണ്? അത് വാവൂട്ടി യോഗം എന്നാണ്. മിക്ക മത്സര പരീക്ഷയിലും പറഞ്ഞല്ലോ, നമ്മൾ മലയാളത്തിലാണ് പഠിക്കാറുള്ളത്. ആ മലയാളത്തിൽ പഠിക്കുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അത് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ചെറിയ അളവിലല്ല വലിയ അളവിൽ വ്യത്യാസപ്പെടുന്ന ഓരോ ടൈപ്പ് ചോദ്യമുണ്ട്. ഇപ്പം പാവങ്ങളുടെ പടത്തലവൻ എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട്. പാവങ്ങളുടെ പടത്തലവൻ അത് അയ്യങ്കാളിയാണ്. ക്വസ്റ്റ്യൻ പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന അയ്യങ്കാളിയല്ല. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് AK ഗോപാലനാണ്. അധസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് അയ്യങ്കാളിയാണ്. അപ്പൊ പാവങ്ങളുടെ പടത്തലവൻ എന്ന ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് വരുമ്പം ചോദ്യം ഇതാണ്: ഫാദർ ഓഫ് ക്രുസേഡർ ആൻഡ് ഡൗൺ ട്രോഡൻ എന്നാ ചോദിക്കുന്നത്. who is also known as ക്രുസേഡർ ആൻഡ് ഡൗൺ ട്രോഡൻ എന്ന്. അതായത് പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? അത് ഉത്തരം AK ഗോപാലനാണ്. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ മാറ്റമുള്ള, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലേക്ക് മാറ്റിയെടുക്കുമ്പം മാറ്റമുള്ള കുറച്ച് ചോദ്യമുണ്ട്. ആ ചോദ്യങ്ങളാണ് നമ്മൾ ഒന്നാമതായിട്ട് പറയുന്നത്. വിച്ച് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ വിച്ച് റിനൈസൻസ് ലീഡർ ഈസ് ആൾസോ നോൺ ആസ് ക്രുസേഡർ ആൻഡ് ഡൗൺ ട്രോഡൻ എന്ന് വെച്ചാൽ പാവങ്ങളുടെ പടത്തലവൻ എന്ന അതിന്റെ മലയാള മീനിങ്. അതിന് ഉത്തരം ആരാണ്? അത് AK ഗോപാലാണ്. പറഞ്ഞല്ലോ, ഓരോ ചോദ്യങ്ങൾക്കും പ്രസക്തിയുണ്ട്, ഓരോ ചോദ്യങ്ങൾക്കും വാല്യൂ ഉണ്ട്. അപ്പൊ നമുക്ക് വേണ്ടത് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് SNDPയുടെ പ്രെഡസസർ നെയിം എന്താണ്? അത് വാവൂട്ടി യോഗം എന്നാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇത്തരം കാര്യങ്ങൾ ഓക്കെയാണ് എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷനിലേക്ക് പോകുന്നു. അടുത്ത കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് എസ്പെഷ്യലി അധ്യാപക മത്സര പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആൾസോ നോൺ ആസ്. വേറെ ഒന്നുമില്ല, വിച്ച് കേരള പേഴ്സണാലിറ്റി ഈസ് ആൾസോ നോൺ ആസ് എന്ന് ചോദിക്കാറുണ്ട് അല്ലെ. ഒന്ന്, ഫാദർ ഓഫ് കേരള ലിറ്ററസി, കേരളത്തിലെ കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. അപ്പൊ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഈ പറയുന്ന ഫാദർ ഓഫ് കേരള ലിറ്ററസി മാത്രം നിങ്ങൾ പഠിച്ചാൽ പോരാ, ഇനി ഇതിന്റെ റിലേറ്റഡ് ഫാക്ട് പഠിക്കണം. റിലേറ്റഡ് ഫാക്ട് പഠിക്കേണ്ടത് 4 പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒന്ന്, വിച്ച് സോഷ്യൽ റിഫോർമർ കോയിൻ ദി ഐഡിയ സ്കൂൾ എലോങ് വിത്ത് ചർച്ച്, പള്ളിയോടൊപ്പം സ്കൂള് എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ്?
അത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. കെട്ടുതെങ്ങ് പ്രൊജക്ട് ഇംപ്ലിമെന്റഡ് ബൈ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. വാഴത്തട റവല്യൂഷൻ കോയിൻഡ് ബൈ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അങ്ങനെ ധാരാളം പ്രത്യേകതയുണ്ട്. ഇപ്പൊ ഫാദർ ഓഫ് കേരള ലിറ്ററസി എന്നറിയപ്പെടുന്നത് ആരെയാണ്? അത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. ഈ കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് കെട്ടുതെങ്ങ് പദ്ധതി കൊണ്ടുവരുന്നത്. 100-ക്ക് 5 പദ്ധതി കൊണ്ടുവരുന്നത് അദ്ദേഹമാണ്. 100-ക്ക് 5. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം വരും ക്ലാസ്സിൽ നമ്മൾ എടുത്തോളാം. ഇപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് ഫാദർ ഓഫ് കേരള ലിറ്ററസി എന്നറിയപ്പെടുന്നത് അത് ചാവറ അപ്പച്ചനാണ്. ക്ലിയർ ആണല്ലോ. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അപരനാമത്തെ പറ്റി പറയാണ്. വിച്ച് സോഷ്യൽ റിഫോർമർ ഇൻ കേരള ഈസ് ആൾസോ നോൺ ആസ് ഷൺമുഖദാസൻ. ഷൺമുഖദാസൻ, സെയിന്റ് വിത്തൗട്ട് സാഫ്രോൺ എന്നീ പേരിൽ അറിയപ്പെടുന്നത് അത് ചട്ടമ്പി സ്വാമികളാണ്. അപ്പൊ ചട്ടമ്പി സ്വാമികളെ ഈ 2 അപരനാമം മാത്രമേ ഉള്ളൂ. ഷൺമുഖദാസൻ മലയാളത്തിൽ പറയുമ്പോൾ ഷൺമുഖദാസൻ തന്നെ. സെയിന്റ് വിത്തൗട്ട് സാഫ്രോൺ എന്ന് പറഞ്ഞാൽ കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി അല്ലെങ്കിൽ കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളെയാ. ഈ ക്വസ്റ്റ്യൻ മലയാളത്തിൽ പറയുമ്പോൾ നമ്മൾ കാഷായം ധരിക്കാത്ത സന്യാസി അല്ലെങ്കിൽ കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നല്ലേ പറയുന്നത്. പക്ഷെ ഇംഗ്ലീഷിൽ വരുമ്പോൾ സെയിന്റ് വിത്തൗട്ട് സാഫ്രോൺ എന്നാ ചോദിക്കുന്നത്. വിച്ച് കേരള പേഴ്സണാലിറ്റി അല്ലെങ്കിൽ വിച്ച് കേരള റിനൈസൻസ് ലീഡർ ഈസ് ആൾസോ നോൺ ആസ് ഷൺമുഖദാസൻ. വിച്ച് സോഷ്യൽ റിഫോർമർ ഇൻ കേരള ഈസ് ആൾസോ നോൺ ആസ് വിദ്യാധിരാജൻ. വിച്ച് സോഷ്യൽ റിഫോർമർ ഇൻ കേരള ഈസ് ആൾസോ നോൺ ആസ് ബാലഭട്ടാരകൻ. സെയിന്റ് വിത്തൗട്ട് സാഫ്രോൺ, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. ഒന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്തത് സമ്പൂർണ്ണ ദേവ. വിച്ച് കേരള റിനൈസൻസ് ലീഡർ ഈസ് ആൾസോ നോൺ ആസ് സമ്പൂർണ്ണ ദേവ. അത് വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികളെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? കേരള PSC HSA പരീക്ഷയിൽ പ്രീവിയസ് ആയി ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻ അങ്ങോട്ട് നോട്ട് ചെയ്യാം. ഒന്ന് 1836 1836 അദ്ദേഹം ഒരു സംഘടന ഫോം ചെയ്തു, സമത്വ സമാജം. സമത്വ സമാജം. അദ്ദേഹം 2 ഡെവിൾ പരാമർശം പറയുന്നുണ്ട്. ഒന്ന് ബ്ലാക്ക് ഡെവിൾ, മറ്റൊന്ന് വൈറ്റ് ഡെവിൾ. മറക്കല്ലേ, ബ്ലാക്ക് ഡെവിലും ഉണ്ട്, വൈറ്റ് ഡെവിലും ഉണ്ട്. രണ്ടും അദ്ദേഹം പറഞ്ഞ ക്രിറ്റിസിസമാണ്. ഈ പറയുന്ന എന്താണ്? പരിഹാസ രൂപേണ അദ്ദേഹം വിമർശനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ 2 വാക്കുകളാണ്. ഒന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിനെ, ട്രാവൻകൂർ ഗവൺമെന്റിനെ അല്ലെങ്കിൽ ട്രാവൻകൂറിൽ അന്നത്തെ സമയത്ത് നിലനിന്നിരുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റിനെ, ഇന്ത്യയിൽ ഒട്ടുക്കെ നിലനിന്നിരുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റിനെ വൈറ്റ് ഡെവിൾ, വെളുത്ത പിശാച് എന്ന് വിശേഷിപ്പിച്ചത് ഈ പറയുന്ന വൈകുണ്ഠ സ്വാമികളാണ്. ട്രാവൻകൂറിൽ അന്നത്തെ ഒരു ഭരണം ഉണ്ടായിരുന്നു. ട്രാവൻകൂറിലെ ഭരണത്തെ, തിരുവിതാംകൂറിലെ രാജാവിന്റെ ഭരണത്തെ ബ്ലാക്ക് ഡെവിൾ റൂള്, കരിനീച ഭരണം എന്ന് വിശേഷിപ്പിച്ചതും ഈ പറയുന്ന വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികളെ അറിയപ്പെടുന്ന പേര് ഫസ്റ്റ് സോഷ്യൽ റിഫോർമർ ഇൻ കേരള എന്നറിയപ്പെടുന്നു. നമ്മൾ ഇനി ഓരോ ദിവസവും ഓരോ നവോത്ഥാന നായകന്മാരെയും കറണ്ട് അഫേഴ്സ്, മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. മലയാളത്തിലെ പ്രധാനപ്പെട്ട കണ്ടന്റ് കൂടി പറഞ്ഞു പോകും. അപ്പൊ സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? അത് വൈകുണ്ഠ സ്വാമികളെയാണ്. അടുത്തത് സൂപ്രണ്ട് അയ്യ. സൂപ്രണ്ട് അയ്യ എന്നറിയപ്പെടുന്ന ആരെയാ? സൂപ്രണ്ട് അയ്യ എന്നറിയപ്പെടുന്നത് അത് തൈക്കാടയ്യയാണ്. സൂപ്രണ്ട് അയ്യ എന്നറിയപ്പെടുന്ന ആരെയാണ്? അത് തൈക്കാടയ്യ. അപ്പൊ നമുക്ക് വേണ്ടത് സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്നത് വൈകുണ്ഠ സ്വാമികളാ. വൈകുണ്ഠ സ്വാമികൾ ആരംഭിച്ച സംഘടനയുടെ പേരെന്താ? അത് സമത്വ സമാജം എന്ന 1836. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം പറഞ്ഞു തരട്ടെ. ഫസ്റ്റ് സോഷ്യൽ റിഫോർമർ ഇൻ കേരള എന്നറിയപ്പെടുന്നത് വൈകുണ്ഠ സ്വാമികളാണല്ലോ. വൈകുണ്ഠ സ്വാമികളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയി നടത്തിയ ബിവറേജ് അസെന്റ് പരീക്ഷയുടെ ചോദ്യം നിങ്ങളോട് പറഞ്ഞു തരുമോ? ഒന്നുമില്ല. കേരള നവോത്ഥാനത്തിന്റെ വഴികാട്ടി എന്നറിയപ്പെടുന്ന ആരെയാണ്? കേരള നവോത്ഥാനത്തിന്റെ വഴികാട്ടി എന്നറിയപ്പെടുന്ന ആരെയാണ്? ഉത്തരം വൈകുണ്ഠ സ്വാമികൾ എന്നാണ് കേരള PSC കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉറപ്പായും അവിടെ ഈ പറയുന്ന മറ്റു പ്രസിദ്ധീകരണങ്ങളെല്ലാം ആൻസറിൽ കൊടുത്തേക്കുന്നത് ശ്രീനാരായണ ഗുരുവാണ്. കേരള നവോത്ഥാനത്തിന്റെ വഴികാട്ടി എന്ന അപരനാമത്തിൽ കേരള PSC കൊടുത്തേക്കുന്ന ആൻസർക്ക് എന്താണ്? അത് വൈകുണ്ഠ സ്വാമികളാണ്. ഒന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്തത് സൂപ്രണ്ട് അയ്യ എന്നറിയപ്പെടുന്ന ആരെയാണ്? സൂപ്രണ്ട് അയ്യ എന്നറിയപ്പെടുന്നത് അത് തൈക്കാടയ്യയാണ്. സൂപ്രണ്ട് അയ്യ എന്നറിയപ്പെടുന്നത്. ഈ തൈക്കാടയ്യ ഫോം ചെയ്തൊരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ പേര് ശൈവ പ്രകാശ സഭ എന്ന്. വിച്ച് ഓർഗനൈസേഷൻ എന്നല്ല ചോദിക്കുന്നത്. ദി ഓർഗനൈസേഷൻ ശൈവ പ്രകാശ സഭ ഫൗണ്ടഡ് ബൈ. ശൈവ പ്രകാശ സഭ എന്ന സംഘടന ഫോം ചെയ്തത് തൈക്കാടയ്യയും അദ്ദേഹത്തിന്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്, മനോന്മണിയം സുന്ദരൻ പിള്ളൈ എന്നറിയപ്പെടുന്ന വ്യക്തിയും കൂടിയാണ് ഈ ശൈവ പ്രകാശ സഭ ഫോം ചെയ്യുന്നത്. അപ്പൊ സൂപ്രണ്ട് അയ്യ എന്നറിയപ്പെടുന്ന ആരെയാണ്? അത് തൈക്കാടയ്യാണ്. തൈക്കാടയ്യയുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങളുണ്ട്. നമ്മൾ റാൻഡമായിട്ട് ഡിസ്കസ് ചെയ്തോളാം. പറഞ്ഞല്ലോ, ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. ഒന്നാമതായിട്ട് ഇനി നമുക്ക് വേണ്ട മറ്റൊരു ഏരിയ ആണ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ, എസ്പെഷ്യലി പറയുന്ന HSA പോലെയുള്ള മത്സര പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ഏരിയയാണ് മാഗസിൻ.
ഏതെങ്കിലും ഒരു മാഗസിൻ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ചോദിച്ചിട്ട് അതിൻ്റെ ഇയർ, അത് ഫോം ചെയ്ത ഇയർ, അതിൻ്റെ ഫൗണ്ടർ, അതിൻ്റെ ഫസ്റ്റ് എഡിറ്ററിനെ ചോദിക്കാറുണ്ട്. ഒന്ന് വിവേകോദയം എന്ന മാഗസിൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. വിവേകോദയം എന്ന മാഗസിൻ ഫോം ചെയ്ത ഇയർ 1904 1904 മാഗസിൻ, അതായത് എന്ത് വിവേകോദയം എന്ന മാഗസിൻ 1904 ഫോം ചെയ്യുന്നത്. അതിൻ്റെ ഫൗണ്ടർ കുമാരനാശാനാണ്. ഫൗണ്ടർ ആരാണ്? അത് കുമാരനാശാൻ. അതിൻ്റെ ഫസ്റ്റ് എഡിറ്റർ എം ഗോവിന്ദൻ. നമ്മൾ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ വീണ്ടും അതിന് ഫോക്കസ് കൊടുക്കുന്നില്ല. നിങ്ങൾക്കറിയാം എന്ന് വിശ്വസിക്കുന്നു. വിവേകോദയത്തെ അറിയപ്പെടുന്ന പേര് ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്ന മാഗസിൻ അത് വിവേകോദയമാണ്. അവിടെ കുഴഞ്ഞു പോരുത്, നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്നത് വിവേകോദയം. അടുത്തത് ഈ പറഞ്ഞ വിവേകോദയം ഫോം ചെയ്ത് 1904 അല്ലയോ? കുമാരനാശാനല്ലേ വിവേകോദയത്തിന്റെ സ്ഥാപകൻ? അതിന്റെ ഫസ്റ്റ് എഡിറ്റർ ആരാണ്? എം ഗോവിന്ദൻ. അടുത്തത് സ്വദേശാഭിമാനി എന്നറിയപ്പെടുന്ന ഒരു ന്യൂസ് പേപ്പറിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്. സ്വദേശാഭിമാനി എന്നറിയപ്പെടുന്ന പത്രത്തെ പറ്റി പഠിക്കുമ്പോൾ നിങ്ങൾ ഇപ്പം ചെയ്യേണ്ടത്, നിങ്ങൾ എഴുതുന്ന ബുക്കിലേക്ക്, നിങ്ങൾ എഴുതുന്ന പേപ്പറിലേക്ക് സ്വദേശാഭിമാനി ന്യൂസ് പേപ്പർ എന്ന് ഒന്ന് ഹെഡിങ് കൊടുത്തിട്ട് ഞാൻ ഈ പറയുന്ന ഒരു ഓർഡറിൽ ഒന്ന് എഴുതിയേ. 1905, 1906, 1907, 1910 ഇത്ര എഴുതിയെന്ന് വിശ്വസിക്കുന്നു. 1905 പ്രത്യേകത 1905 അദ്ദേഹം 5 തെങ്ങിൽ നെയ്ത് വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ സ്വദേശാഭിമാനി പത്രം സ്ഥാപിക്കുന്നു. എവിടുന്ന? 5 തെങ്ങിൽ നിന്ന്. പഠിക്കാൻ എളുപ്പമാണ്. 1905 5 തെങ്ങിൽ നിന്ന് ആരംഭിക്കുന്നു. 1905 5 തെങ്ങ്. ഈ പറയുന്ന പത്രം ആരംഭിക്കുന്നു. ആദ്യ സ്ഥാപകൻ ആരെന്നാ പറഞ്ഞത്? ഫസ്റ്റ് ഫൗണ്ടർ ആര് തന്നെ? വക്കം അബ്ദുൽ ഖാദർ മൗലവി അല്ലയോ? ഫസ്റ്റ് എഡിറ്റർ എന്നറിയപ്പെടുന്നത് CP ഗോവിന്ദപിള്ളയാണ്. ഫസ്റ്റ് എഡിറ്റർ ആരാണ്? CP ഗോവിന്ദപിള്ള. ഇനി ഒരു കാര്യം നിങ്ങളെ കുഴപ്പിച്ചു കളയും. ഇതിൽ സ്ഥാപിക്കുന്ന ആളോ ഫസ്റ്റ് എഡിറ്ററോ ആരല്ല? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയല്ല. അത് വ്യക്തമായി പഠിച്ചോണം, നമ്മളെ കുഴപ്പിച്ചു കളയും. സ്വദേശാഭിമാനി പത്രത്തിന്റെ ഫൗണ്ടറോ ഫസ്റ്റ് എഡിറ്ററോ ആരല്ല? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയല്ല. അതിന് അടുത്ത വർഷം, അതായത് 1906 ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, ആസ്ഥാനം 5 തെങ്ങിൽ നിന്ന് എങ്ങോട്ടേക്ക് മാറ്റും? ഈ പറയുന്ന വക്കം എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക് മാറ്റും. 1906 അതേ വർഷം തന്നെയാണ് 1906 ഈ പറഞ്ഞ രാമകൃഷ്ണപിള്ള എന്നറിയപ്പെടുന്ന പേഴ്സണാലിറ്റി ഇതിന്റെ എഡിറ്ററായിട്ട് വരുന്നത്. ഇതിന്റെ ഈ പറയുന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്ററായിട്ട് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള വരുന്നത് 1906. ദെൻ 1907 ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, ഇതിന്റെ ഈ പറയുന്ന പത്രത്തിന്റെ ആസ്ഥാനം വീണ്ടും തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരത്തേക്ക് മാറ്റും. അപ്പൊ ആദ്യം 5 തെങ്ങിൽ തുടങ്ങി, 5 തെങ്ങ് തിരുവനന്തപുരം ജില്ലയിലാണ്. ദെൻ 5 തെങ്ങിൽ നിന്ന് വക്കത്തേക്ക് മാറ്റി, അതായത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ജന്മസ്ഥലമായ തിരുവനന്തപുരത്തെ വക്കം. കോട്ടയം ജില്ലയിലുള്ളത് വൈക്കമാണ്. തിരിഞ്ഞു പോരുത്, മിക്ക ഉദ്യോഗാർത്ഥികളും കുഴഞ്ഞു പോകും. വക്കം തിരുവനന്തപുരത്തും വൈക്കം കോട്ടയത്തും രണ്ട് ചോദ്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടത് ഈ പറയുന്ന വക്കം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് നിന്ന് ഈ പറയുന്ന പത്രം ആരംഭിക്കുന്ന 1906. പിന്നീട് 1907 ആവുമ്പം ഈ പത്രം വീണ്ടും തിരുവനന്തപുരത്തേക്ക് ഇതിന്റെ ആസ്ഥാനം മാറ്റും. വീണ്ടും ആവർത്തിക്കുന്നു, ആസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നു. ദെൻ 1910 ഈ പറഞ്ഞ പത്രം ബാൻ ചെയ്യും. ഈ പറഞ്ഞ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ആ സമയത്ത് അതിന്റെ എഡിറ്ററാണ്. അദ്ദേഹം 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞൊരു എഡിറ്റോറിയൽ പബ്ലിഷ് ചെയ്യും. ട്രാവൻകൂർ ഗവൺമെന്റിനെയും ഈ അന്നത്തെ സമയത്ത് തിരുവിതാംകൂർ രാജാവിനെയും ബ്രിട്ടീഷ് ഗവൺമെന്റിനെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് 1 ലക്ഷം രൂപ എന്നും പറഞ്ഞൊരു എഡിറ്റോറിയൽ പബ്ലിഷ് ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തെ നാട് കടത്തും, ഡീപ്പോർട്ട് ചെയ്യും. തിരുവിതാംകൂറിൽ നിന്ന് തിരുനെൽവേലിയിലേക്ക് ഡീപ്പോർട്ട് ചെയ്യും. അതുമാത്രമല്ല, ഈ പറഞ്ഞ സ്വദേശാഭിമാനി ന്യൂസ് പേപ്പർ ബാൻ ചെയ്യും. ചോദ്യം ചോദിക്കുന്നത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന സ്വദേശാഭിമാനി ന്യൂസ് പേപ്പർ ബാൻഡ് ആൻഡ് കോൺഫിസ്കേറ്റഡ്, ബാൻ ചെയ്യും, നിരോധിക്കുകയും കണ്ടുകെട്ടുകയും ചെയ്യും. കണ്ടുകെട്ടുക എന്ന് പറഞ്ഞാൽ കോൺഫിസ്കേറ്റഡ് ഇൻ വിച്ച് ഇയർ എന്നാ ചോദിക്കുന്നത്. അത് 1910 അപ്പൊ സ്വദേശാഭിമാനി എന്ന പത്രത്തിന്റെ ഫൗണ്ടർ അല്ലെങ്കിൽ സ്ഥാപിച്ച വർഷം 1905 ഫൗണ്ടർ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വക്കം മൗലവി എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നോട്ട് എഴുതുമ്പോൾ വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് തന്നെ എഴുതണം. ഫസ്റ്റ് എഡിറ്റർ ആരാണ്? അത് CP ഗോവിന്ദപിള്ള. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കോ, സ്ഥാപകനോ ഫൗണ്ടറോ ഫസ്റ്റ് എഡിറ്ററോ ആരല്ല? ഈ പറഞ്ഞ രാമകൃഷ്ണപിള്ള എന്ന വ്യക്തിയല്ല. അദ്ദേഹം വരുന്നത് 1906. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതെല്ലാം ഡിസ്കസ് ചെയ്യും. അടുത്തത് കേരള കൗമുദി എന്ന് പറഞ്ഞൊരു മാഗസിൻ ഉണ്ട്. കേരള കൗമുദി എന്നറിയപ്പെടുന്ന മാഗസിൻ ഫോം ചെയ്ത വർഷം 1911 കേരള കൗമുദി സ്ഥാപിക്കുന്നത്. കേരള കൗമുദിയുടെ ഫൗണ്ടർ CV കുഞ്ഞിരാമൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഈ CV കുഞ്ഞിരാമനുമായി ബന്ധപ്പെട്ട് ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ഇദ്ദേഹത്തെ അറിയപ്പെടുന്ന പേരുണ്ട്, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രക്ഷോഭങ്ങളുണ്ട്, അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണങ്ങളുണ്ട്. അതൊക്കെ വരും ക്ലാസ്സിൽ നമ്മൾ ഇദ്ദേഹത്തെ പറ്റി ഡീറ്റെയിൽ
ഡീറ്റെയിൽ ആയിട്ട് എടുക്കും. അപ്പൊ അത് എടുത്തോളാം. അപ്പൊ കേരള കൗമുദി ഫോം ചെയ്ത വർഷം എന്ന 1911 1911 സ്ഥാപകൻ CV കുഞ്ഞിരാമനാണ്. ആദ്യ എഡിറ്റർ സുകുമാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അപ്പൊ കേരള കൗമുദി ഫോം ചെയ്തു 1911. സ്ഥാപകന്റെ പേര് CV കുഞ്ഞിരാമൻ. ഫസ്റ്റ് എഡിറ്റർ ആരാണ്? സുകുമാരൻ. ഇത്രയും മാഗസിൻ ഒരു പാക്കേജ് പോലെ അങ്ങ് പഠിച്ചു വെച്ചേക്കണം. ഇനി ഇവിടെ കേരള PSC കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എസ്പെഷ്യലി HSA തുടങ്ങിയിട്ടുള്ള HSSC തുടങ്ങിയിട്ടുള്ള പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് വിശ്വസിക്കുന്നു. വിച്ച് മാഗസിൻ അല്ലെങ്കിൽ വിച്ച് ന്യൂസ് പേപ്പർ ഗീവ് ദി ഐഡിയ ഓഫ് ശ്രീനാരായണ ഗുരു, അതായത് ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന the one and only newspaper in Kerala എന്നാണ് ചോദിക്കുന്നത്. The one and only newspaper in Kerala spread the idea of ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്ന മലയാളത്തിലെ ദിനപത്രം, കേരളത്തിലെ ഏക നവോത്ഥാന പത്രത്തിന്റെ പേര്, അതിനുത്തരം കേരള കൗമുദിയാണ്. അപ്പൊ മിക്ക ആളുകളും കരുതുന്നത് എന്താണെന്നറിയാവോ? ഈ പറയുന്ന SNDP എന്നറിയപ്പെടുന്ന സംഘടനയ്ക്ക് ഒരു മൗത്ത് പീസ് ഇല്ലയോ? ആ SNDPക്ക് ഒരു സംഘടനയുണ്ട്. ആ SNDP എന്നറിയപ്പെടുന്ന സംഘടനയ്ക്ക് ഒരു മുഖപത്രമുണ്ട്. ആ മുഖപത്രം വിവേകോദയമാണ്. അതല്ല ഈ പറയുന്ന ശ്രീനാരായണ ഗുരുവിന്റെ ഐഡിയ സ്പ്രെഡ് ചെയ്യുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ ഐഡിയ അല്ലെങ്കിൽ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന മലയാളത്തിലെ ദിനപത്രം ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം കേരള PSC കൊടുത്തിരിക്കുന്നത് കേരള കൗമുദിയാണ്. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ദി വൺ ആൻഡ് ഓൺലി ന്യൂസ് പേപ്പർ ഇൻ കേരള സ്പ്രെഡ് ദി ഐഡിയ ഓഫ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ ഐഡിയ മീൻസ് സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന മലയാള ദിനപത്രത്തിന്റെ പേര് കേരള കൗമുദി. കേരള കൗമുദി സ്ഥാപിക്കുന്നത് മാസികയായിട്ട, പിന്നീടാണ് പത്രമായിട്ട് മാറുന്നത്. 1911 സ്ഥാപിക്കുന്നത്. സ്ഥാപകൻ CV കുഞ്ഞിരാമൻ, അതിന്റെ ആദ്യ എഡിറ്റർ സുകുമാരൻ. ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ. ഇത്രയും കാര്യങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചേക്കണം നമ്മുടെ HSA പരീക്ഷയ്ക്ക് വേണ്ടി. ഇനി പ്രധാനപ്പെട്ട ടിപ്സുകൾ പറഞ്ഞു തരുവാണ്. മാഗസിൻ, മിക്ക ആളുകൾക്കും ഒരു ധാരണയുണ്ട്, മാഗസിൻ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ചോദിക്കാറുണ്ട്. ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? വേറെ ഒന്നുമില്ല. പ്രധാനപ്പെട്ടത് നമുക്ക് കുഴഞ്ഞു പോകുന്ന അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആയി പോകുന്ന കാര്യങ്ങൾ അങ്ങ് പഠിച്ചേക്കണം. ഒരു HSA നിലവാരത്തിൽ ഒരു അധ്യാപക മത്സര പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഈ കൺഫ്യൂസിങ് ഫാക്ട് കൂടുതലായിട്ട് വന്നാൽ നമ്മൾ ആ നമ്മുടെ പരീക്ഷ മൊത്തവും സ്കിപ്പായി പോകരുത്. ഒന്നാമത്തെ മാഗസിന്റെ പേര് വേലക്കാരൻ എന്നാണ്. വേലക്കാരൻ എന്ന മാഗസിൻ പബ്ലിഷ് ചെയ്തത് സഹോദരൻ അയ്യപ്പനാണ്. എളുപ്പമാർഗം പറഞ്ഞുതരാം. സഹോദരൻ അയ്യപ്പനെ പറ്റി മൊത്തവും 16 സ്റ്റേറ്റ്മെന്റ് പഠിച്ചാൽ മതി. 16 സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പഠിച്ചാൽ മതി. അതിൽ 8 പഠിക്കാനുള്ള എളുപ്പമാർഗമാണ് ഞാൻ ഇനി അങ്ങോട്ട് പറഞ്ഞത്. 16ന്റെ പകുതി 8 ആണല്ലോ. 8 16 അല്ലേ? 16. അപ്പൊ 8 പഠിക്കാനുള്ള എളുപ്പമാർഗം പറഞ്ഞു തരുക. ക്വസ്റ്റ്യനകത്ത് എവിടെങ്കിലും സഹോദരൻ എന്ന് പറയുന്ന വാക്കോ അയ്യപ്പൻ എന്ന് പറയുന്ന വാക്കുണ്ടോ നോക്കണം. ചോദ്യത്തിൽ എവിടെങ്കിലും സഹോദരൻ എന്ന് പറയുന്ന വാക്കോ അയ്യപ്പൻ എന്ന് പറയുന്ന വാക്കോ ഉണ്ടെങ്കിൽ ഉത്തരം ആരായിരിക്കും? സഹോദരൻ അയ്യപ്പൻ ആയിരിക്കും. 100% ഉറപ്പ്. ഈ ഒരു ലോജിക്ക് വെച്ച് അങ്ങ് പോയാച്ചാൽ മാത്രം മതി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, വിച്ച് ഇസ് കേരള പേഴ്സണാലിറ്റി അല്ലെങ്കിൽ വിച്ച് കേരള റിനൈസൻസ് ലീഡർ ഈസ് ആൾസോ നോൺ ആസ് പുലയൻ അയ്യപ്പൻ. പുലയൻ അയ്യപ്പൻ എന്നറിയപ്പെടുന്ന ആരാ? സഹോദരൻ അയ്യപ്പൻ. വിച്ച് സോഷ്യൽ റിഫോർമർ ഇൻ കേരള ഈസ് ആൾസോ നോൺ ആസ് പുലച്ചോലൻ അയ്യപ്പൻ. അത് സഹോദരൻ അയ്യപ്പന. വിച്ച് സോഷ്യൽ റിഫോർമർ ഇൻ കേരള ഈസ് ആൾസോ നോൺ ആസ് അയ്യപ്പൻ. ആൻസർ ചെയ്ത് ഈ പറയുന്ന സഹോദരൻ അയ്യപ്പന. ദെൻ അടുത്തത് ദി കൺസെപ്റ്റ് സഹോദര്യത്വം. ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് വരുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. ദി കൺസെപ്റ്റ് ബ്രദർഹുഡ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത്. ബ്രദർഹുഡ് എന്നറിയപ്പെടുന്ന കൺസെപ്റ്റ് ആരുമായി ബന്ധപ്പെട്ടതാ? അത് സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ടതാ. അടുത്ത ചോദ്യമുണ്ട്. ദി മാഗസിൻ സഹോദരൻ പബ്ലിഷ്ഡ് ബൈ. സഹോദരൻ എന്നറിയപ്പെടുന്ന മാഗസിൻ അല്ലെങ്കിൽ സഹോദരൻ എന്നറിയപ്പെടുന്ന പത്രം, ന്യൂസ് പേപ്പർ എല്ലാം ഫോം ചെയ്തത് ഈ പറയുന്ന സഹോദരൻ അയ്യപ്പന. അപ്പൊ എളുപ്പമാർഗം 16 സ്റ്റേറ്റ്മെന്റ് പഠിക്കണം. അതിൽ 8 സ്റ്റേറ്റ്മെന്റ് പഠിക്കാനുള്ള എളുപ്പമാർഗമാണ് ഞാൻ പറഞ്ഞു തന്നെ. ചോദ്യത്തിൽ എവിടെങ്കിലും സഹോദരൻ എന്ന് പറയുന്ന വാക്കോ അയ്യപ്പൻ എന്ന് പറയുന്ന വാക്കോ ഉണ്ടെങ്കിൽ ഉത്തരം ആരായിരിക്കും? സഹോദരൻ അയ്യപ്പനായിരിക്കും. ഇനി ബാക്കിയുള്ള 8 പോയിന്റ് നിങ്ങൾ പഠിച്ചാൽ മതി. അദ്ദേഹമാണ് 1917 മിശ്രഭോജനം എന്നറിയപ്പെടുന്ന കൺസെപ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ആ മിശ്രഭോജനം പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇംഗ്ലീഷ് വരുമ്പം മിശ്രഭോജന എന്ന് പറഞ്ഞല്ല ചോദിക്കുന്നേ, ഇന്റർ ഡൈനിങ് എന്നാ ചോദിക്കുന്നേ. മിശ്രഭോജനത്തിന്റെ മറ്റൊരു വാക്കാണ് ഇന്റർ ഡൈനിങ്. അതും അല്ല, PG നിലവാരത്തിലുള്ള അധ്യാപക തസ്തികയിൽ ചോദിച്ചിട്ടുള്ളത് കോസ്മോപൊളിറ്റൻ ഡിന്നർ എന്ന. വിച്ച് സോഷ്യൽ റിഫോർമർ കണ്ടക്ടഡ് കോസ്മോപൊളിറ്റൻ ഡിന്നർ ഇൻ 1917. അപ്പോഴും വർഷം അവിടെ കൊടുത്തപ്പോണ്ട് 1917 മിശ്രഭോജനം സംഘടിപ്പിച്ചതാരാണ്? ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ വരുമ്പം കോസ്മോപൊളിറ്റൻ ഡിന്നർ എന്നാ ചോദിക്കുന്നേ. അപ്പൊ നമുക്ക് വേണ്ട ചോദ്യം. അപ്പൊ അങ്ങനെ നമ്മളെ കുഴപ്പിക്കുന്ന കുറച്ച് ചോദ്യമുണ്ട്. അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് സഹോദരൻ അയ്യപ്പനെ പറ്റിയും ഫാക്ട് പഠിക്കുന്ന സമയത്ത് എടുത്തോളാം. ഇപ്പൊ നിങ്ങൾ ഒരു ഓർമ്മയിൽ വെക്കാൻ വേണ്ടി ഇതങ്ങ് പഠിച്ചു വെച്ചോ. ചോദ്യത്തിൽ എവിടെങ്കിലും സഹോദരൻ എന്ന് പറയുന്ന വാക്കോ അയ്യപ്പൻ എന്ന് പറയുന്ന വാക്കോ ഉണ്ടെങ്കിൽ ഉത്തരം
ആരായിരിക്കും? സഹോദരനയ്യപ്പനായിരിക്കും. ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, ക്വസ്റ്റ്യൻ നവോത്ഥാനമായിരിക്കണം. അതല്ലാതെ ഉള്ള അയ്യപ്പനകത്തും ഉള്ള സഹോദരനകത്തും എല്ലാം കൂടെ സഹോദരനയ്യപ്പനല്ല. ഒറ്റ കണ്ടീഷൻ, നമ്മൾ എഴുതാൻ പോകുന്ന HSA മത്സര പരീക്ഷയിൽ 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ വന്നാൽ നിങ്ങൾ ഉത്തരമായിട്ട് ഇതങ്ങ് മെൻഷൻ ചെയ്തേക്കണം, മറക്കരുത്. ഓക്കെ, ദെൻ അടുത്തത് യജമാനൻ. തിരിഞ്ഞു പോകരുത്. യജമാനൻ എന്നറിയപ്പെടുന്ന മാഗസിൻ ഫോം ചെയ്തത് വാഗ്ഭടാനന്ദൻ. വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കണ്ട. യജമാനന്റെ വാക്ക് അങ്ങനെ അങ്ങ് ഓർത്തു വെക്കാമല്ലോ. യജമാനൻ, ഇപ്പൊ ഞാൻ യജമാനൻ, ഇപ്പൊ നിങ്ങളുടെ യജമാനൻ ഞാനാണെന്നിരിക്കട്ടെ, നിങ്ങൾ യജമാന, ഞാൻ അടിമയാണ് എങ്കിൽ യജമാനന്റെ വാക്കാ ഞാൻ കേൾക്കുന്നത്. യജമാനൻ വാക്ക്, വാഗ്ഭടാനന്ദൻ. തിരിഞ്ഞു പോരുത്. ഓക്കെ, ദെൻ ശ്രീമതി എന്ന മാഗസിൻ ഫോം ചെയ്ത ആരാണ്? അത് അന്നാചാണ്ടിയാണ്. കേരള നവോത്ഥാനത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. വിച്ച് മാഗസിൻ ഇൻ കേരള എന്നല്ല ചോദിക്കുന്നത്. ദി മാഗസിൻ ശ്രീമതി ഫൗണ്ടഡ് ബൈ. ശ്രീമതി എന്ന മാഗസിൻ ഫോം ചെയ്തത് അന്നാചാണ്ടിയാണ്. ഇനി നമ്മളെ കുഴപ്പിക്കുന്ന 2 ചോദ്യങ്ങളാണ്. ഒന്ന് പ്രതിഭയുണ്ട്, മറ്റൊന്ന് പ്രഭാതമുണ്ട്. രണ്ടും എളുപ്പം പഠിക്കാൻ. പ്രതിഭ എന്ന മാഗസിൻ കുമാരനാശാന്റെയാണ്. പ്രഭാതം എന്ന മാഗസിൻ EMS നമ്പൂതിരിപ്പാടിന്റെയാണ്. നമ്മൾ രണ്ടും കുഴഞ്ഞു പോകും കേട്ടോ. ആ കുഴഞ്ഞു പോകുന്ന ആളുകൾക്ക് വേണ്ടി പറയുക, പ്രതിഭ കുമാരനാശാൻ ഭയങ്കര പ്രതിഭാശാലി അല്ലയോന്നേ. വീണപ്പൊക്കെ ഒറ്റയ്ക്കിരുന്ന് എഴുതണ്ടേ. അപ്പൊ പ്രതിഭാശാലിയാണ് അദ്ദേഹം. പ്രതിഭ മാഗസിൻ, കുമാരനാശാൻ. ഇനി തിരിഞ്ഞു പോകരുത്. ഇനി ജോലി കിട്ടുന്നിടം വരെ തിരിയരുത്. ആ ചാര നിറത്തിലുള്ള അഡ്വൈസ് ലെറ്റർ കയ്യിൽ കിട്ടുന്നിടം വരെ തിരിഞ്ഞു പോകേണ്ട ഒരാവശ്യമില്ല. കുമാരനാശാൻ പ്രതിഭാശാലിയ. പ്രതിഭാശാലി ആയതുകൊണ്ടല്ലേ വീണപ്പൂ എഴുതിയത്. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ ആദ്യമായിട്ട് അംഗമായ മലയാളി കവി അദ്ദേഹമാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ അച്ചടിക്കപ്പെട്ട ആദ്യ മലയാള കവി ഈ പറഞ്ഞ കുമാരനാശാൻ. അപ്പൊ അങ്ങനെ ഓരോ വിശേഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ഒരു ലോജിക്ക് വെച്ച് അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. അദ്ദേഹത്തിന് കൂടുതൽ പ്രതിഭാശാലി ആയതുകൊണ്ടാണ് കഴിവുള്ളത്. പ്രതിഭാശാലിയുള്ള വ്യക്തി ആയതുകൊണ്ടാണല്ലോ ഈ കഴിവുകളൊക്കെ ഉള്ളത്. അതൊരു ലോജിക്കായിട്ട് നമ്മൾ എടുക്കുക. പ്രതിഭ കുമാരനാശാൻ. ദെൻ പ്രഭാത EMS നമ്പൂതിരിപ്പാട്. നോക്കൂ, കേരളത്തിൽ ആദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിലെത്തിയ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് EMS നമ്പൂതിരിപ്പാടിൻ്റെത്. അപ്പൊ അത് പ്രഭാതമായിട്ട് വന്നതാ. ഒരു പുതുമ, ഒരു പുതിയ പ്രഭാതമായിട്ടാണ് EMSന്റെ തുടക്കം. അങ്ങനെങ്കിലും ഓർത്തു വെച്ചൂടെ. ഇതൊരു ലോജിക്കായിട്ട് ഓർത്തു വെക്കേണ്ട പോയിന്റ് ആണ് ഈ പറയുന്നത്. ദെൻ വേലക്കാരന് സഹോദരനയ്യപ്പൻ. അവിടെ നമുക്ക് വേണമെങ്കിൽ പറയാം, വേലക്കാരി ആയിരുന്നാലും നീയൻ മോഹവല്ലി എന്നൊരു മലയാള സിനിമയിൽ പറയത്തില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് വിശ്വസിക്കുന്നു. മേലെപ്പറമ്പിൽ ആൺവീട് എന്നറിയപ്പെടുന്ന മലയാള സിനിമയിലാണ് അതങ്ങനെ പറയുന്നത്. അവിടെ പറയുന്ന മൊത്തവും സഹോദരങ്ങളുടെയും മിത്രങ്ങളുടെയും കഥയല്ലേ. ജയറാം ഉൾപ്പെടെ, വിജയരാഘവൻ ഉൾപ്പെടെ, ജഗദീഷ് ശ്രീകുമാർ ഉൾപ്പെടെ ഉള്ള ധാരാളം ആളുകൾ തകർത്ത് അഭിനയിച്ച ഒരു പടമല്ലേ, സിനിമയല്ലേ. ആ സിനിമയിൽ മൊത്തം സഹോദരങ്ങളുടെ കഥയാണ് പറയുന്നത്. അപ്പൊ വേലക്കാരൻ, വേലക്കാരി എന്നല്ല, വേലക്കാരൻ സഹോദരനയ്യപ്പൻ. ഹാളിൽ കയറുമ്പോൾ തിരിയാതിരിക്കാൻ വേണ്ടി എങ്ങനെയും ലോജിക് ഉണ്ടാക്കാം. ഓരോ മാർക്കും നിർണായകമാണ്. നോക്കൂ, നിങ്ങൾക്ക് ഈ പറയുന്ന HSA സോഷ്യൽ സയൻസ് ഫോക്കസ് ചെയ്യുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരിക്കാം. HSA നാച്ചുറൽ സയൻസുകാർ കാണും, HSA ഇംഗ്ലീഷുകാർ കാണും, HSA മാത്സുകാർ കാണും. എന്ത് തന്നെ ആയിക്കോട്ടെ, അവരുടെ സബ്ജക്ട് 80 മാർക്ക് ആണെങ്കിൽ ആ സബ്ജക്ട് എല്ലാവർക്കും നല്ല ധാരണ കാണും. അപ്പൊ അതിൽ നിർണായകമായ മാർക്ക് എന്ന് പറയുന്നത് ഈ 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ്. അതിൽ ഓരോ മാർക്കും നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ ഓരോ പടി മുന്നിലേക്ക് കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും. കൃത്യമായിട്ട് പഠിക്കുക. അപ്പൊ ഇത്രയും മാഗസിൻ ഒന്ന് നോട്ട് ചെയ്തേക്കണം. വരാൻ പോകുന്ന മത്സര പരീക്ഷയിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു, വരാൻ പോകുന്ന HSA മത്സര പരീക്ഷയിൽ ആദ്യ റാങ്ക് നിങ്ങൾ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ PDF നോട്ട്സ് ഈ പറയുന്ന PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇപ്പൊ തന്നെ ഈ വീഡിയോയുടെ താഴെ തന്നെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് വായിച്ചു മാറ്റുക. വരാൻ പോകുന്ന HSA മത്സര പരീക്ഷയിൽ നല്ല ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വർക്കൗട്ട് അറിയാലോ. ഇന്നത്തെ വർക്കൗട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 ടോപ്പിക്കാണ് ആഡ് ചെയ്തേക്കുന്നത്. അതിൽ ഈ പറയുന്ന എല്ലാ ടോപ്പിക്കും ഉൾപ്പെടും. ഇന്ന് പഠിക്കേണ്ടത് ഈ വീഡിയോ ക്ലാസ്സിന്റെ ക്ലാസ് കാണണം, ഈ വീഡിയോ ക്ലാസ്സിന്റെ നോട്ട്സ് വായിക്കണം, ദെൻ തരുന്ന മൈക്രോ PDF നോട്ട് ഉണ്ട്, അത് വായിക്കണം, കറണ്ട് അഫേഴ്സ് ഉണ്ട്, അതും വായിച്ചതിന് ശേഷമാണ് ഇന്നത്തെ പോൾ വർക്കൗട്ടിലേക്ക് പോകേണ്ടത്. അപ്പൊ എല്ലാവർക്കും സിൻസിയർ ആയിട്ട് പറയുന്നു, എല്ലാവിധ ആശംസകളും. വരാൻ പോകുന്ന HSA മത്സര പരീക്ഷയിൽ ഈ റിവിഷൻ ടോപ്പിക്കുകളെല്ലാം നിങ്ങൾക്ക് ഗുണമായിട്ട് മാറട്ടെ. 2025 നിങ്ങളെ വിശ്വസിക്കുന്ന, നിങ്ങളുടെ കൂടെ സഹകരിക്കുന്ന മിത്രങ്ങൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാം നിങ്ങളെ ടീച്ചറെ എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ ഇന്ന ആള് സാറ, അല്ലെങ്കിൽ ഇന്ന ആള് HSAയുടെ ആദ്യ റാങ്ക് ലിസ്റ്റിലുണ്ട്, അല്ലെങ്കിൽ 1ാം റാങ്കുകാരിയാ 2ാം റാങ്കുകാരനാ എന്ന് പറയാനുള്ള അവസ്ഥ നിങ്ങളുടെ എഫേർട്ട് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.